PLC Programmable Logical Controller. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഇതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ PLC എന്താണ്, പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോളർ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ PLCയുടെ വയറിംഗ് എങ്ങനെ ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള എങ്ങനെയൊക്കെ ആണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രം പോരാ. ഒരു PLC പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സോഫ്റ്റ്വെയർ കൂടെ വേണം. സോഫ്റ്റ്വെയർ നമ്മൾ പ്രോഗ്രാം ഇടണം. ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത ശേഷം പ്രോഗ്രാമിനനുസൃതമായാണ് നമ്മുടെ PLC വർക്ക് ചെയ്യുക. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കണ്ട PLCക്ക് ഉപയോഗിക്കുക, അത് എവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അതിന്റെ പ്രോഗ്രാമിങ്ങിന്റെ ഒക്കെ ബേസിക്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന PLCക്ക് വേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോഗോസോഫ്റ്റ് കംഫർട്ട് എന്നാണ്. അപ്പോൾ ഞാനൊരു ലാപ്ടോപ്പിൽ ബ്രൗസറിൽ കയറി സെർച്ച് ചെയ്യാണ് ലോഗോസോഫ്റ്റ് കംഫർട്ട് PLC എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ PLCക്കും അതിൻ്റെതായ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈവൻ സിമൻസിന് തന്നെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണെങ്കിൽ TIA പോലത്തെ സോഫ്റ്റ്വെയർസ്, ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത ശേഷം നമുക്ക് അങ്ങനെ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കും. ആക്ച്വലി ഇതൊന്നും ഒറിജിനൽ അല്ല. നമ്മൾ ഒറിജിനൽ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. ഒറിജിനൽ സിമൻസിൻ്റെ വെബ്സൈറ്റിൽ കയറാം. അപ്പോൾ ഇത് 2-3 ലിങ്ക് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതൊരു ലിങ്കാണ്. ഇത് വേറൊരു വെബ്സൈറ്റ്സ് ആണ്. ഇതിനകത്തൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ തന്നെ നമുക്കൊരു ലിങ്ക് കാണാം. അതിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ലൈക്ക് ക്രാക്ഡ് വേർഷൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് പഠിക്കാനൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മളിത് ഓക്കെ പറയും. അതല്ല ഒരു പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും സിമൻസിൻ്റെ തന്നെ ഇത് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പം ലിങ്ക് കാണാൻ സാധിക്കും. ഇതതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഗൈഡാണ്. അപ്പോൾ എന്നിട്ട് ഈ കാണുന്ന ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സിമൻസിൻ്റെ ഈ ലോഗോസോഫ്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇനി അതല്ല എങ്കിൽ നമുക്ക് സിമൻസിൻ്റെ തന്നെ വെബ്സൈറ്റിലും കയറി പോകാം. സിമൻസിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പം കാണിക്കുകയാണെങ്കിൽ സിമൻസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം സിമൻസിൻ്റെ വെബ്സൈറ്റിൽ കയറിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഓഫ് ഇത് ആക്ച്വലി 8.3 അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ 7 ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും .mb എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഉണ്ട്. നമുക്ക് 64 ബിറ്റും 32 ബിറ്റിൻ്റെ അനുസരിച്ചിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ സിമൻസിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇത് ട്രയൽ വെർഷൻ ആയിരിക്കും. കുറച്ച് നാൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ട് വാങ്ങണം. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം. അത് നോർമൽ നിങ്ങൾക്ക് മെയിൽ ID ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഇപ്പം ഞാൻ ജസ്റ്റ് ട്രയൽ നിങ്ങൾക്കൊരു നമ്മൾ PLC അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടും ട്രയൽ പർപ്പസിനാണ് ആയതുകൊണ്ട് ഞാൻ ക്രാക്ഡ് ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സൊക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ താഴെ ലിങ്കുകൾ കാണാൻ സാധിക്കും. ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്, മീഡിയ ഫയർ ലിങ്ക് എന്നാണ്. ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് വഴിയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. 64 ബിറ്റാണ് എൻ്റെ ലാപ്ടോപ്പ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് ഗൂഗിൾ ഡ്രൈവ് ലിങ്കിലൂടെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജിൽ അത് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് വേണ്ടി വരും. ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഇത് റാർ ഫയൽ ആയിരിക്കും. അപ്പോൾ ആ പാസ്വേഡാണ് നമ്മളിപ്പം കാണിച്ചത്. നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിയും. ഡൗൺലോഡ് എനിവേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ ഒരു ഫയലാണ് നമുക്ക് കാണുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് കൊടുത്ത് നമ്മൾ ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ ആ പാസ്വേഡ് അത് നമുക്കിവിടെ കൊടുക്കണം. എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് PLC247 ആ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. PLC247.com എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ഷൻ ഇതാവും, അതായത് സോഫ്റ്റ്വെയർ എക്സ്ട്രാക്റ്റഡ് ആവും. നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് സോഫ്റ്റ്വെയർ. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് റീഡ്മി ഒന്ന് വായിച്ച് നോക്കാം. മിക്ക ഇതിനും ചിലപ്പോൾ നിങ്ങൾക്ക് റീഡ്മിയിൽ തന്നെ ഇതിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ രീതികളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 എണ്ണം ഉണ്ട്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നാണ് കൊടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് പഴയ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം മാത്രം നമുക്ക് പുതിയ വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കേബിൾ ഡ്രൈവർ
ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നില്ല നിങ്ങൾക്ക് ആദ്യം തൊട്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈക്ക് വീണ്ടും പുതിയ രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ കൊടുക്കും. ഇപ്പോൾ അതും ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു ഡ്രൈവറും ഇൻസ്റ്റാൾ ആവും. വീണ്ടും ഒരു ഇത് ചോദിക്കുന്നത് അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പോകണ്ടായിരുന്നു. അതിനുശേഷം നേരെ നമ്മൾ അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പം സെക്കൻഡ് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇതിൻ്റെ പുതിയ വെർഷനിലേക്ക് ഇത് മാറുകയാണ്. നിങ്ങൾ പഴയ വെർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയ PLCയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ വെർഷനിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അതിനുശേഷം ഓക്കെ കൊടുത്ത് നമുക്ക് അതും ഇൻസ്റ്റാൾ ചെയ്യാം. 8.3 ആണ് ഈ വെർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. അക്സെപ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ ഐക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ ഡെസ്ക്ടോപ്പ് കൊടുക്കാം. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുത്ത് അപ്പോൾ അതും ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഇതിൻ്റെ വേറൊരു ഇത് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിച്ചു. എല്ലാം ഇൻസ്റ്റാൾ, അതും നമ്മൾ ഓക്കെ കൊടുത്തു. പക്ഷേ ഓൾറെഡി അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളായി. അപ്പം LW അതായത് ലോഗോ സോഫ്റ്റിൻ്റെ തന്നെ ഒരു എൻവയോൺമെൻറ്റ്, ഓൺലൈൻ എൻവയോൺമെൻറ്റ് ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതും ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് ലോഗോ സോഫ്റ്റ് PLC മാത്രം സോഫ്റ്റ്വെയർ മാത്രം ഇൻസ്റ്റാൾ ചെയ്താലും മതി. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ PLC സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യത്തെ ഈ കോളത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോർമൽ ന്യൂ ഫയൽസ് ഉണ്ട്, ഓപ്പൺ ക്ലോസ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എഡിറ്റ്, ഇത് നോർമലി നമ്മൾ ഏതൊരു കാണുന്ന പോലത്തെ നോർമൽ ടൂൾസൊക്കെയാണ്. ഇതാണ് നിങ്ങൾക്ക് ലൈക്ക് ട്രാൻസ്ഫർ, അതായത് PCയിൽ നിന്ന് നിങ്ങൾക്ക് PLCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതേ ക്ലിക്ക് ചെയ്യണം. PLCയിൽ നിന്ന് PCയിലേക്കാണെങ്കിൽ അങ്ങനെ ലോസ് ഓഫ് സ്റ്റാർട്ട് ചെയ്യുക, ഫാക്ടറി സെറ്റ്, ക്ലോക്ക് സെറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ് ഇത് ഓരോ പർട്ടിക്കുലർ ഫങ്ഷൻസും. പിന്നെ ലോഗ് ഏതാണ് ഡിറ്റർമൈൻ ചെയ്യുക, അത് കമ്പയർ ചെയ്യുക, സിമുലേഷൻ, അതായത് നമുക്ക് ഇതേ തന്നെ ലോജിക്ക് PLC ഇല്ലെങ്കിൽ പോലും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത ലോജിക്ക് ശരിയാണോ ഇല്ലയോ ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സർക്യൂട്ട് ഡയഗ്രാം അത്ര നോർമൽ രീതിയല്ല, നമ്മൾ ലാഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഡറിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പം ഞാൻ ആ ലാഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പം നിങ്ങളുടെ ഇപ്പം സർക്യൂട്ട് ഡയഗ്രാമത്തിൻ്റെ പേജ് മാറി ലാഡറിൻ്റെ പേജ് വരും. ലാഡറിൻ്റെ പേജ് വന്നു. അപ്പം ലാഡറിൻ്റെ പേജ് വന്നു. ഇതാണ് ലാഡറിൻ്റെ പേജ്. നമ്മുടെ മറ്റേ ലോഗോ വെബ് എഡിറ്ററും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊരു ലോജിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു NO കോൺടാക്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടു. പക്ഷേ ഇൻപുട്ട് 1 ആയിട്ട് കൊടുത്തു. കാരണം ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്കൻഡ് അത് കാണാം. അത് വലിച്ച് നമ്മുടെ റങ്ങിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ലോജിക്കാണ് കാണിക്കുന്നത്. ഒരു NC കോൺടാക്റ്റ്, അത് സ്റ്റോപ്പിന് വേണ്ടി ഞാൻ അത് കൊടുത്തു. അതും I2 എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ഔട്ട്പുട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കോയിൽ ഔട്ട്പുട്ട്, റിലേ കോയിൽ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. ഇനി ഇത് നമുക്ക് കണക്ട് ചെയ്യണം. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് കൊണ്ടുപോയാൽ മതി. കണക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഡാർക്ക് കറുപ്പ് കാണുന്നതാണ് നമ്മുടെ ഒരു സപ്ലൈ എന്ന് കൂട്ടിക്കും. അപ്പോൾ അവിടുന്ന് സപ്ലൈ കയറ്റി നമുക്ക് ഔട്ട്പുട്ട് വരെ കൊണ്ടുപോകണം. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. നോർമലി നമ്മൾ സ്റ്റാർട്ട് സ്വിച്ചുകളെന്ന് പറയുന്നത് ജസ്റ്റ് മൊമെൻ്ററി പുഷ് ബട്ടൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ് ചെയ്ത് കണ്ടിന്യൂസ് സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ജസ്റ്റ് ലാച്ചിങ് സർക്യൂട്ട് കൂടെ ചെയ്യുകയാണ്. അതായത് ആ ഔട്ട്പുട്ടിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കണം, ഇൻപുട്ടിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ. നേരെ പാരലായിട്ട് സ്റ്റാർട്ട് ഇൻപുട്ടിന് പാരലായിട്ട് നമ്മൾ ഔട്ട്പുട്ടോടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ അതായത് Q1 ആണ് നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ടിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതും Q1 ആയിട്ട് തന്നെ കൊടുക്കും. അതായത് ഔട്ട്പുട്ട് ഓൺ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻപുട്ടും ഓൺ ആകുന്ന രീതി. അപ്പോൾ അതായത് ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിക്കൊണ്ടേയിരിക്കും, ഓഫ് കിട്ടുന്നിടം വരെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സിമുലേഷൻ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത് ശരിയാണോ അല്ലയോ. നമ്മൾ സിമുലേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം താഴെ 2 സ്വിച്ച് ഉണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഔട്ട്പുട്ട് ലൈറ്റ് കാണാം. I1 ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ഓൺ ആയി. അതിനുശേഷം ഞാൻ I2 പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആകും. സ്റ്റാർട്ട് പ്രസ് ചെയ്ത്
എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റാർട്ട് ഇതായതുകൊണ്ട് നമ്മൾ ലാച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണാം താഴെ കൂടെ ഓൾറെഡി ഔട്ട്പുട്ട് ഓൺ ആയിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ I2 സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്നിടം വരെ ഇതിങ്ങനെ ബൾബ് കത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ആവും. സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു, ഔട്ട്പുട്ട് ഓഫായി. അതായത് നീല കളറിലേക്ക് മാറി. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ റങ്ങിൻ്റെ കളർ ഈ ലൈനിൻ്റെ കളർ ഇപ്പം ചുമല കളറിലാണ് ഇതിരിക്കുന്നത്. അതായത് ഇവിടം വരെ പവർ I1ഉം Q1ൻ്റെ ഇവിടെ ഇൻപുട്ട് വരെ പവർ വന്നിരിക്കുകയാണ്. അപ്പോൾ I1 നമ്മൾ ഓൺ ആക്കുമ്പോൾ പവർ ഇതിലൂടെ കയറി നമ്മുടെ I2 വഴി കയറി Q1ലേക്ക് എത്തും. Q1 വരെ ചുമലയായി. ഇപ്പോൾ Q1 ഓണായി, ബൾബ് ഓണായി. ഓക്കെ, അതിനുശേഷം നമ്മൾ I2 പ്രസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഓഫായി, നമ്മൾ ഇത് നീലയായി, പവർ ഇവിടം വരെ തിരിച്ച് പഴയ പോലെ ആയി. അപ്പം ഈ ഒരു രീതിയാണ്, അതായത് സപ്ലൈ ഇവിടുന്ന് കയറി ഔട്ട്പുട്ട് വരെ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് ലോജിക്ക് ഇടണം. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. ഇപ്പോൾ റിലേ, കോയിലുകളുണ്ട്, അനലോഗുകളുണ്ട്, ടൈമറുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്ലോക്കുകൾ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലും നിങ്ങൾക്ക് ബോറായും അല്ലെങ്കിൽ ഇത്രയും നേരം കണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റായിട്ട് പല പല വീഡിയോസായിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഓരോ ടൈമറുകൾ, കൗണ്ടറുകൾ, അനലോഗ് സിഗ്നൽസുകൾ, അങ്ങനെ കുറേയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡീറ്റെയിൽ ആയിട്ട് ഒരു എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടല്ലോ, അതായത് ടൈമേഴ്സ് ഉണ്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും പലതരങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു റഫ് ത്രൂ ഐഡിയാസ് ആണ് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലസ് PLC സോഫ്റ്റ്വെയറിൽ ഒരു ബേസിക്സ് ആയിട്ടും പിന്നെ പറ്റിയാൽ നമുക്കൊരു സിമുലേഷനും കൂടെ ചെയ്ത് ഒരു ലോജിക് കൂടെ എഴുതി അതിന്റെ സിമുലേഷനും കൂടെ നോക്കാം. അതിനുശേഷം അതിന്റെ അടുത്ത വീഡിയോസിലായിരിക്കും നമ്മൾ റിയൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് PLC നമ്മുടെ ലാപ്ടോപ്പും കണക്ട് ചെയ്ത് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നതും ഈ ഡൗൺലോഡ് ചെയ്യുന്നതും അതിനുശേഷം ടെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരു 5-6 എപ്പിസോഡ് കൂടെ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ്. കഴിഞ്ഞ വീഡിയോ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നു. അതുതന്നെയാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾ ഇതും കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത വീഡിയോസും ഉടനെ തന്നെ ഇടുന്നതാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.